ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. കേരള സെറ്റ് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എ പൈലറ്റ് സ്റ്റഡി ഈസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ബിഫോർ ദ ആക്ച്വൽ റിസർച്ച്. ദെൻ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പൈലറ്റ് സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് ദ ഫീസിബിലിറ്റി, കോസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് ഓഫ് എ ലാർജ് സ്കെയിൽ റിസർച്ച്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ് ആൻഡ് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് റിസർച്ച് മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അസേർഷനും റീസണും കറക്റ്റ് ആണ് ആൻഡ് റീസൺ അസേർഷന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രയൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ട്രയൽ ടെസ്റ്റ്, അതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിസർച്ച് ഡിസൈൻ, റിസർച്ച് ടൂൾസ്, റിസർച്ച് മെത്തഡോളജീസ് എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രീ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൈലറ്റ് സ്റ്റഡിയുടെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എത്രത്തോളം ഈ ഒരു റിസർച്ച് വർക്കാവും, എത്രത്തോളം ഫീസിബിൾ ആണ്, അതുപോലെ ഇതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, എത്രത്തോളം നമുക്കതിന് കോസ്റ്റ് ആവും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പൈലറ്റ് സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ ചെറിയൊരു സാമ്പിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ റിസർച്ച് ടോപ്പിക് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 to നമ്മുടെ ആക്ച്വൽ സാമ്പിൾ എന്ന് പറയുന്നത് 200 സ്റ്റുഡൻസ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു 10 to 15 സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ട്രയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു. അതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കൾച്ചറൽ ഡിഫ്യൂഷൻ ഇസ് എ പ്രോസസ് വെർബൈ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ ഈസ് സ്പ്രെഡ് ഫ്രം വൺ കൾച്ചർ ടു അനദർ. സെക്കൻഡ് വൺ, എത്നോസെൻട്രിസം ഈസ് ദ പ്രാക്ടീസ് ഓഫ് ജഡ്ജിങ് അനദർ കൾച്ചർ ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വൺസ് ഓൺ കൾച്ചർ. ഓപ്ഷൻസ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് കൾച്ചറൽ എലമെൻറ്റ്സ് ട്രാൻസ്ഫർ ആകുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് ഐഡിയാസ്, ബിലീഫ്സ്, ടെക്നോളജി എല്ലാം ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പിസ്സ, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. പക്ഷേ ഇപ്പോൾ ഗ്ലോബലി എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡ് ാണ് പിസ്സ. അതുപോലെ തന്നെ ജീൻസ്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അതെന്താണ്, അതൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആണ്. പക്ഷേ ഗ്ലോബലി ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ജീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എത്നോസെൻട്രിസം ആണ്. എത്നോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള കൾച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ കൾച്ചറാണ് സുപ്പീരിയർ എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് നമ്മൾ മറ്റുള്ള കൾച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിചാരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് മോശമാണ് എന്നുള്ളൊരു ധാരണ. അതുപോലെ നമ്മുടെ റിലീജിയൻ, നമ്മുടെ ബിലീഫ്സ് ഇതൊക്കെയാണ് ഏറ്റവും ബെറ്റർ, മറ്റുള്ള റിലീജിയൻസും മറ്റുള്ള ബിലീഫ് സിസ്റ്റംസും ഒക്കെ റോങ് ആണ് എന്നുള്ളൊരു ചിന്താഗതി വരിക. ഇതിനെയാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡുവാലിറ്റി ആൻഡ് ഡയലക്റ്റിക്കൽ ഇൻ്റർപ്ലേ ഓഫ് ഏജൻസി ആൻഡ് സ്ട്രക്ചർ ഈസ് ഇല്യൂമിനേറ്റഡ് ബൈ. ഏജൻസിയുടെയും സ്ട്രക്ചറുടെയും ഡുവാലിറ്റി ഡിസ്കസ് ചെയ്യുന്ന തിയറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് പോസ്റ്റ് സ്ട്രക്ചറൽ തിയറി, സ്ട്രക്ചറേഷൻ തിയറി, ഡീകൺസ്ട്രക്ഷനിസം, ക്രിട്ടിക്കൽ തിയറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സ്ട്രക്ചറേഷൻ തിയറിയാണ്. സ്ട്രക്ചറേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റണി ഗിഡൻസ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് സ്ട്രക്ചറും ഏജൻസിയും തമ്മിലുള്ള ഒരു 2-way റിലേഷൻഷിപ്പിലാണ് എന്നാണ് പറയുന്നത്.
ഇവിടെ സ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രഡീഷൻസ്, നോംസ്, ലോസ്, റൂൾസ്, അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാമാണ്. അതായത് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ എന്തുണ്ടാവും, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലീസിലൊക്കെ ഓരോ നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ റിലീജിയൻ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ചോയ്സസ് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് തിങ്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് പഠിക്കണം, ഏത് കരിയർ ചൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ, അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് തീരുമാനിക്കാനുള്ള ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ ആന്റണി ഗിഡൻസ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രക്ചറും ഏജൻസിയും തമ്മിൽ ഒരു 2-way റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ട് കാര്യങ്ങളും ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ, അതായത് ഒരുമിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആളുകൾക്ക് എന്തുണ്ട്, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണോ വേണ്ടയോ എന്ന് ചൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകളത് ഫോളോ ചെയ്യും, അല്ലാത്ത ആളുകളോ ചില ആളുകൾ എന്ത് ചെയ്യും, അവരതിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പം സ്ട്രക്ചർ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ ആളുകൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചില ആളുകൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ദർ ഇസ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് ഏജൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രാഫിക് റൂൾസ് എടുക്കാം. ട്രാഫിക് റൂൾസ് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അല്ലേ, നമ്മൾ പാലിക്കേണ്ട ചില റൂൾസാണ് ട്രാഫിക് റൂൾസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രീഡം ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ട്രാഫിക് റൂൾസ് പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം, അതേസമയം തന്നെ അത് പാലിക്കാതെയും നമുക്ക് റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകാം. അപ്പോൾ അത് ഏജൻസിയാണ്. അതായത് നമുക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രാഫിക് റൂൾസ് പാലിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, സൊസൈറ്റിക്ക് ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതേസമയം തന്നെ നമ്മൾ പാലിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതോറിറ്റീസ് പുതിയ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ലോസ് അവിടെ കൊണ്ടുവരും. അതായത് ഈ സ്ട്രക്ചറിൽ അവരെന്ത് കൊണ്ടുവരും, ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ സ്ട്രക്ചറും ഏജൻസിയും തമ്മിൽ ഇൻ്റർ കണക്ഷൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ ഇതിലൂടെ ഈ ഒരു ഡുവാലിറ്റി ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻ ഓഫ് സ്ട്രക്ചർ ആൻഡ് ഏജൻസിയിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി നമ്മളെ ജസ്റ്റ് കൺട്രോൾ ചെയ്യല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും സൊസൈറ്റിയെ ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുള്ള പോസ്റ്റ് സ്ട്രക്ചറൽ തിയറിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലിസം പറയുന്നത് എന്താണ്, സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നത് സ്ട്രക്ചേഴ്സാണ്. അതായത് ലാംഗ്വേജ്, കൾച്ചർ, മറ്റുള്ള സോഷ്യൽ സിസ്റ്റംസ്, ഇതൊക്കെയാണ് സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അതായത് ഈ സ്ട്രക്ചറിനൊക്കെ, അതായത് ലാംഗ്വേജിനായിക്കോട്ടെ കൾച്ചറിനായിക്കോട്ടെ ഏതിനായാലും ഒരു ഫിക്സഡ് മീനിങ് ഉണ്ട്. ലാംഗ്വേജ് ആയിക്കോട്ടെ കൾച്ചർ ആയിക്കോട്ടെ ഏതെടുത്താലും അതിനൊരു ഫിക്സ്ഡ് മീനിങ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കേസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നതല്ല. ഷീ ഈറ്റ്സ് ഫുഡ് എന്ന് പറയുന്നത് ആ ഒരു പാറ്റേണിൽ വരുന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് പലതും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കൾച്ചർ, അതായത് മാരേജിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മാരേജ് റിച്വൽസ് ഡിഫറൻറ്റ് ആയിരിക്കാം, പക്ഷേ എന്നാൽ കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഏത് റിലീജിയൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാരേജ് ആണെങ്കിലും അതിൽ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ മഹർ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹിന്ദുസിൻ്റെ ഇടയിലാണെങ്കിൽ താലികെട്ട് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്നിട്ട് ചെക്കനിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് പോകാമെന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരു ഒരു ഫിക്സഡ് പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രക്ചറലിസം പറയുന്നത്. അതേസമയം പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്
ഒരു കാര്യവും എന്തല്ല, ഫിക്സ്ഡ് അല്ല. ഏതൊരു കാര്യത്തിൻ്റെയും മീനിങ്സ് എന്താണ്, സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വരാം. അല്ലെങ്കിൽ അതെന്താണ്, എല്ലാ കാര്യവും ഓരോരുത്തരുടെ ഇൻ്റർപ്രറ്റേഷൻ അനുസരിച്ചിട്ട് അതിലൊക്കെ മാറ്റങ്ങൾ വരാം എന്നാണ്. ഇൻ്റർപ്രറ്റേഷൻ അനുസരിച്ചിട്ട് ഈ മീനിങ്സിൽ എന്ത് വരാം, ഡിഫറൻസസ് വരാം എന്നാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കുമ്പോൾ ഞാൻ ആ ബുക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബുക്കിലുള്ള കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അതേസമയം തന്നെ ആ സെയിം ബുക്ക് വേറൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് വേറൊരു ഇൻ്റർപ്രറ്റേഷൻ ആയിരിക്കും തോന്നുക. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു ഫിക്സ്ഡ് മീനിങ് ഇല്ല. ആരാണോ അത് വായിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഒരു മീനിങ്ങിൽ അല്ലെങ്കിൽ ആ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ എന്ത് വരും, ഡിഫറൻസസ് വരും എന്നുള്ളതാണ് പോസ്റ്റ് സ്ട്രക്ചറലിസം പറയുന്നത്. ദർ ഇസ് നോ ഫിക്സ്ഡ് മീനിങ് ഇസ് ഓൾവേസ് ഫ്ലെക്സിബിൾ. ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിങ്കേഴ്സാണ് മിഷേൽ ഫുക്കോയും ഡെറിഡയും എന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, ഓൾ ഓഫ് ദ അബവ്. കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദ അബവ് ആണ്. നമുക്കറിയാം ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ വെറ്റ്ലാൻഡ്സിൻ്റെ ഡിസ്ട്രക്ഷൻ. വെറ്റ്ലാൻഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഡിസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുകയും അത് പിന്നീട് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുകയും ചെയ്യും. സോ ഓൾ ഓഫ് ദ അബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1956, 1953, 1962, 1952. കറക്റ്റ് ആൻസർ 1952 ആണ്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടൊക്കെ കൂടി റൂറൽ ഏരിയാസിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അത് വരുന്നത് 1952ലാണ്. അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിലും നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. So keep watching and follow for more classes.